ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ അമ്മേ വീഴാൻ പോയിട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു, മുഖമൊക്കെ കഴുകി, പല്ലേച്ചു എന്ന് പറയണു. പല്ലേച്ചു വന്ന ഉടനെ ഞാൻ എന്താ പ്രാർത്ഥിച്ചെടുക്കണമെന്ന് വെച്ചാൽ, കാലങ്ങളായി ഇവിടെ പച്ചരി മേടിക്കുമ്പോഴും അരി മേടിക്കുമ്പോഴും ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ് ദോശ ഉണ്ടാക്കാൻ ശ്രമിക്കൽ, അരി അരച്ച് വെക്കൽ. പക്ഷെ ഒരിക്കലും ഇത്ര നാളായിട്ട് ഇതുവരെ എൻ്റെ ദോശ ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയുന്നത്, നീ എന്നാൽ പിന്നെ എന്തിനാ അത് വേസ്റ്റ് ആക്കി കളയില്ല, ഞാൻ വിട്ടുകൊടുക്കില്ല. അപ്പോൾ ഞാൻ കുടിക്കുന്നത് പ്രോട്ടീൻ പൗഡർ കലക്കിയ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ദോശമാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് വീണ്ടും ട്രൈ ചെയ്യാൻ നോക്കുകയാണ്. നമ്മൾ വിട്ടുകൊടുക്കരുതല്ലോ വീണ്ടും. പിന്നെ ഞാൻ എന്താ വെച്ചാൽ, ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ളതല്ല, കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അഥവാ ദോശ ശരിയായിട്ടില്ലെങ്കിൽ കഞ്ഞി കുഞ്ഞാവയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ. പിന്നെ ഏട്ടൻ രാവിലെ പ്രോട്ടീൻ പൗഡറാണ് കഴിക്കുക, പിന്നെ കുറച്ച് വൈകിട്ടാണ് ഭക്ഷണം കഴിക്കില്ല. അപ്പോഴേക്കും ചോറാവും. അത് കാരണം ചോറ് അവിടെ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബക്കറ്റിൽ പാത്രം കഴുകി ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ വെള്ളം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മുറ്റത്തെ ചെടികൾക്കൊക്കെ കൊണ്ടുപോയി ഒഴിക്കും. അതൊരു കഥയാണ്. മുറ്റത്തെ ചെടികൾക്കൊക്കെ കൊണ്ടുപോയി ഒഴിക്കും. പക്ഷേ അതിലുണ്ടാവണത് സാധനങ്ങളൊക്കെ വേറെ ആരെങ്കിലുമൊക്കെയാണ് കൊണ്ടുപോവുക. ചിലപ്പോൾ നല്ല സങ്കടം തോന്നാറുണ്ട്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് കുട്ടി ഉറങ്ങുമ്പോഴും ഒക്കെ കൊണ്ടുപോയി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ബലമെടുക്കാൻ പറ്റണില്ല എന്നുള്ള സങ്കടമുണ്ട്. എന്നാലും ഒരു വല്ലാത്തൊരു പാഷനാണ് ഈ ചെടികളെക്കാട്ടി കൂടുതൽ ഈ ചെറിയ എന്താ പറയുക, പയർ, മുളക് അങ്ങനെയൊക്കെ നടുന്നത് വല്ലാത്തൊരു ക്രേസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യണതാണ്. അപ്പോൾ ചട്ടിയുടെ പ്രോബ്ലം ആണോ എന്തോന്ന് എനിക്കറിയില്ല. ആ ചട്ടി ഇരുമ്പിൻ്റെ ചട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ, എത്ര ദോശ ഉണ്ടാക്കിയാലും ഇതാണ് എൻ്റെ അവസ്ഥ. അവസാനം ഞാൻ ചട്ടി മാറ്റി ഇത് നമ്മുടെ ഇരുമ്പേട്ട് എടുത്തു. അതും പാളിപ്പോയി കേട്ടോ. അപ്പോഴേക്കും കുഞ്ഞാവ ഉണർന്ന് കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഞാൻ കാർട്ടൂൺ വെച്ചിട്ട് കുറച്ച് നേരം അവൻ്റെ അടുത്ത് ഇരുന്നാണ്. അവന് ചെറിയൊരു വാശി തുടങ്ങിയ പിന്നെ അവൻ്റെ കാര്യം ഇതാണ്, അവൻ രാവിലെ ഞാൻ അടുത്തുണ്ടാവണം. അങ്ങനെ എന്തായാലും കുറച്ച് നേരം അവൻ്റെ അടുത്ത് ഇരുന്നപ്പോഴേക്കും കഞ്ഞിയായി. ദോശ ഞാൻ ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ട് അവന് കഞ്ഞി തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വലിയ പ്ലേറ്റിലാക്കിയിട്ട്. അങ്ങനെ കുറേശ്ശെ കഞ്ഞി കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഇഷ്ടപ്പെട്ട ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മൾ ചിന്തിക്കുക നമ്മൾ ഇവരുടെ അടിമക്കണ്ണാണെന്ന് വിചാരിക്കുക. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, പാട്ടൊക്കെ പാടുക, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെ. അപ്പം കുറച്ച് നേരത്തേക്ക് ഞാൻ അവൻ്റെ അടിമക്കണ്ണായി മാറും ഭക്ഷണം കഴിക്കുന്നവരെ. പിന്നെ ചില ദിവസം അവൻ കാർട്ടൂൺ കണ്ടിട്ട് പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ധൃതിയിൽ നമ്മൾ ഭക്ഷണം കൊടുത്ത് തീർക്കാമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഇൻവോൾവ് ആവുന്നതോടൊപ്പം അവനും ഇൻവോൾവ് ആവും. അപ്പോൾ നമ്മൾ കുറേ നേരം കാർട്ടൂൺ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഒപ്പം അവന് നോക്കിയിരിക്കുക. ആക്ച്വലി അവനത് കാണാൻ ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ അവൻ അങ്ങോട്ട് നോക്കും. എന്നിട്ട് അവൻ അങ്ങനെ നോക്കിയിരിക്കുന്ന ഗ്യാപ്പിൽ അവനറിയാതെ ഇടയ്ക്ക് ഓരോ സ്പൂണ് സമയം എടുത്തിട്ട് വേണം കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ. നമ്മൾ ധൃതിയിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് നമ്മുടെ സമയത്തിനനുസരിച്ച് കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. അവർക്ക് സമയം കൊടുക്കുക, ഭക്ഷണം രുചിച്ച് കഴിക്കാനുള്ള സമയം കൊടുക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്ക് മിക്സിയിലടിച്ച് ഭക്ഷണം കൊടുക്കുകയും ചെയ്യരുത്. അതായത് അപ്പം ഒരു സ്പൂൺ കൊടുത്തത് കുറച്ച് നേരം ചിലപ്പോൾ വായിലൊക്കെ വയ്ക്കും. കുറച്ച് നേരം വെച്ച് അവൻ എൻഗേജ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ മെല്ലെ ഇറക്കി കഴിഞ്ഞിട്ട് അടുത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അതേപോലെ നമ്മുടെ മനസ്സിൽ കുറേ വർക്കുകൾ ഉണ്ടാവും, കുറേ വർക്കുകൾ ഇപ്പോൾ ചെയ്യാനുണ്ടെന്നുണ്ടാവും. പക്ഷെ അതൊക്കെ മനസ്സിൽ വയ്ക്കുക കേട്ടോ. അതേപോലെ കാർട്ടൂൺ കൊടുത്ത് കാണിച്ച് ശീലിപ്പിക്കരുത് കേട്ടോ. ഞാൻ ചെയ്യാറുള്ളത് എന്താണോ അതിനെ ബേസ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് മാത്രം. അതൊരു നല്ല ശീലമല്ല. നമ്മളെന്തെങ്കിലും കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ കൊടുക്കാം, അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ശീലിപ്പിക്കുക കേട്ടോ. അവർക്ക് കളിക്കാൻ ഇഷ്ടമുള്ള എന്താണോ അതൊക്കെ കൊടുക്കുക. എന്തെങ്കിലും പാത്രങ്ങളോ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് ഇഷ്ടം, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കും. കാർട്ടൂൺ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല കേട്ടോ, അത് കണ്ട് വളർത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അവൻ ഇവിടെ പാട്ട് വെക്കാറുണ്ട്, സിനിമ പാട്ടൊക്കെ അവന് ഇഷ്ടം, അത് വെച്ച് കാണിക്കാറുണ്ട് കേട്ടോ. അപ്പം കുറച്ച് മുന്നേ കണ്ടത്, ഞാൻ മീഷോന്നൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർഡർ ചെയ്യുന്ന ആൾ ഇപ്പോൾ വരും എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ അയാളെ വെയിറ്റ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി ഞങ്ങൾ മേടിച്ചു. അപ്പോൾ വാങ്ങിയപ്പോൾ തന്നെ അത് വേഗം കൈക്കലാക്കി. പിന്നെ അവനെ സോപ്പിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അത് പൊട്ടിക്കുകയാണ്. അപ്പോൾ സർപ്രൈസ് ഒന്നുമില്ല, വലിയ സംഭവം ഇതല്ല. റിമോട്ടിൻ്റെ കവറാണ്, ഫാൻസി ടൈപ്പ് റിമോട്ടിൻ്റെ കവർ വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ വമ്പൻ ഫ്ലോപ്പായിരുന്നു. അത് അവന് കളിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അതിൽ ഫ്രണ്ടിൽ നെറ്റാണ്. അപ്പോൾ അവൻ റിമോട്ട് അവൻ എടുത്ത് കടിക്കും. അപ്പോൾ അവൻ്റെ തുപ്പൽ അതിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ കവർ വാങ്ങിച്ചത്. 171 രൂപയുടെ 3 കവറിനും കൂടി കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ എന്താ എക്സ്ട്രാ ക്ലിപ്പൊക്കെ കിട്ടി, അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു കാര്യം പറയാം, ഞാൻ ഈ സാധനം വന്നപ്പോഴേക്കും ഇവിടുത്തെ റിമോട്ട് ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഇത് എന്തായാലും ഇതുകൊണ്ട് യൂസില്ല, അല്ലെങ്കിൽ നെറ്റായ കാരണം തുപ്പൽ എന്തായാലും അകത്തേക്ക് പോകും, അപ്പോൾ തിരിച്ചയച്ചോളൂ പറഞ്ഞു. അപ്പോൾ യൂസുള്ളതാണെങ്കിൽ ഏട്ടൻ ഉപയോഗിച്ചോളാൻ പറയും. പക്ഷേ അത് ഉപയോഗമില്ലയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ തിരിച്ചയക്കാനൊന്നും പോകണില്ല, തിരിച്ചയക്കേണ്ട സമയമൊക്കെ എപ്പോഴോ കഴിഞ്ഞു. പിന്നെ അത് അതും എടുത്ത് കടിച്ചതിലൊക്കെ തുപ്പലൊക്കെ ആക്കി. ഇനിയിപ്പോൾ അത് തിരിച്ചു കൊടുക്കണമെന്നില്ല എന്ന്
വിചാരിച്ചു. എന്തായാലും പുതിയ റിമോട്ട് മേടിക്കില്ല, അപ്പോൾ ചുമ്മാ അതിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതും ഫ്ലോപ്പായിപ്പോയി. ഇപ്പം ഞാനതിന് ശേഷം എടുക്കണം ഓവർ വോയിസ് കൊടുക്കാനുള്ള അവൻ ഈ റിമോട്ട് കവർ തുറന്നിട്ട് അതിൽ നിന്ന് റിമോട്ട് പുറത്തേക്ക് വിളിച്ചെടുത്തിട്ടാണ് ഇപ്പോൾ കടിക്കണത്. അപ്പോൾ റിമോട്ട് കവറിന് ഉപകാരമില്ല. ഇനി അതിൻ്റെ 2 സൈഡ് തുന്നി വെച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ചെറിയൊരു പ്രസ് മാത്രമേ ഉള്ളൂ. ആ പ്രസ് ഇളക്കിയിട്ട് അവൻ റിമോട്ട് കൂളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വാങ്ങിച്ചപ്പം അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു. ഫാൻസി ടൈപ്പ് കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച യൂസ് അതിലില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ അവിടെ ഇരുന്ന് കളിച്ചു, അതൊക്കെ നോക്കി ഓപ്പണാക്കി കാണിച്ചു കൊടുത്തു. അപ്പോൾ ഏട്ടൻ പുറത്ത് പോയി, കാരണം ഏട്ടൻ എന്ത് സാധനം ചോദിച്ചപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഏട്ടൻ അയച്ചു കൊടുത്തു വാട്സപ്പിൽ. അത് കഴിഞ്ഞ് ഏട്ടൻ വീട്ടിൽ വന്നത് നോക്കി എൻ്റെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് തിരിച്ചയച്ചോളൂ. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ ഒരു സാമ്പിൾ വീഡിയോ ആണ് ഇട്ടത്, കുറച്ച് നേരത്തേക്കുള്ള സാമ്പിൾ വീഡിയോ. പിന്നെ ഞാൻ കുറച്ച് നേരം അവനെ ഉറക്കി കിടത്താമെന്ന് വിചാരിച്ചാൽ അവൻ ഉറങ്ങണമില്ല. പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ അറിയും. അതൊക്കെ ക്ലിപ്പൊക്കെ എടുത്ത് ഓൾറെഡി വായിൽ വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം എന്താ പറയുക, മൊബൈലിൽ എന്തെങ്കിലും വീഡിയോ കാണാമെന്ന് വിചാരിച്ച് ഞാൻ മൊബൈൽ എടുത്താൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കണവൻ അതെല്ലാം കളഞ്ഞിട്ട് ഓടി വന്നിട്ട്, ഇതാണ് എൻ്റെ ശരിക്കുള്ള റിമോട്ടിൻ്റെ കവർ ഞാൻ ശരിക്കും കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ല കാണാൻ, എനിക്കിഷ്ടമൊക്കെ ആയി. പക്ഷേ ഞാൻ ഉപയോഗിച്ച് യൂസല്ല. പക്ഷേ എൻ്റെ സൈഡിലത്തെ നൂലൊക്കെ ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇവൻ ഈ കളിക്കുന്ന സാധനമൊക്കെ കളഞ്ഞിട്ട് ഓടി വന്നിട്ട് മടിയിലിരിക്കും. അതായത് അവന് ഞാൻ മൊബൈൽ യൂസ് ചെയ്ത് അവൻ്റെ കൂടെ കളിക്കണം, അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം, അതാണ് അവന് ആവശ്യം. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ ഒരു ചെറിയ സാമ്പിൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് വാശി പിടിച്ചിരിക്കണമൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ വാരി വിതറിയിട്ടിട്ട് ഓടി വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തേക്ക് ഒരു കുട്ടി വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നും എൻ്റെ കുട്ടി കുട്ടി വീഡിയോസൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയുക, എന്നെ ഫോളോ ചെയ്യണം. എന്താ പറയുക, ഇപ്പോൾ കുഞ്ഞോവയൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ വീഡിയോസും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്നുള്ളൂ. ബൈ.